അപ്പൊ രമാദേവിക്ക് എന്നെ തോന്നിക്കാണും എന്നോടൊന്ന് സംസാരിച്ചോ കൊള്ളാന്ന്. അതാ ഞാൻ പറഞ്ഞത് എന്നെ വിളിക്കുമെന്ന്. നിനക്ക് അത്രയ്ക്ക് ഉറപ്പുണ്ടെങ്കിൽ നിന്റെ സ്ഥിരം 1 2 3 ഒന്ന് പറഞ്ഞു നോക്കിയാലോ? അപ്പോ രണ്ടിലൊന്നും അറിയാലോ. അറിയാനൊന്നുമില്ല. 1 2 3 എന്റെ പ്ലാൻ ഒന്നും തെറ്റത്തില്ല മോളെ. ഹലോ, ഞാൻ രമാദേവിയാണ്. മനസ്സിലായമ്മേ. ഗുഡ് മോർണിംഗ്. എനിക്കൊന്ന് കാണണം. ഇവിടെ വരെ വരണം, ഇപ്പൊ തന്നെ. വരാമേ, ഞാൻ ഇപ്പൊ തന്നെ വരാം. പിന്നമ്മേ. ഹലോ ഹലോ. കോള് കട്ടായി പോയല്ലോ. തിരിച്ചു വിളിക്കാം. വേണ്ട, നേരിട്ട് കാണാൻ വീട്ടിൽ ചെല്ലാൻ പറഞ്ഞിരിക്ക. ഓ, ഈ ഭാവി മരുമകളെ അടുത്ത് കാണാനും സംസാരിക്കാനും ഏതൊരമ്മയ്ക്കാ ആഗ്രഹം ഇല്ലാതിരിക്ക. അങ്ങനെ രമാദേവിക്ക് ഈ ഐശ്വര്യലക്ഷ്മിയെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. ഇനി എന്താ വേണ്ടതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. തുമ്പിമോളുടെ കാര്യ ഞാൻ ആലോചിക്കുന്നേ. അവളും എന്തെങ്കിലും പ്രശ്നത്തിലായിരിക്കും. അതാ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ വരാത്തെ. ചേച്ചിയും കുറ്റപ്പെടുത്താനാവില്ല അച്ഛാ. ട്രെയിനിങ്ങിന് കയറിയിട്ടല്ലേ ഉള്ളൂ, അതും ഈ വീട്ടിലെ കമ്പനിയില്. അപ്പൊ പിന്നെ നമ്മൾ ചേച്ചിയുടെ സ്വന്തമാണെന്ന് അറിഞ്ഞ അത് ചിലപ്പോ ചേച്ചിക്ക് കിട്ടാനുള്ള ജോലിയെ ബാധിക്കും. അതും ശരിയാ. നമ്മുടെ എല്ലാവരുടെയും പ്രശ്നങ്ങൾ ഉടനെ കഴിയുമെന്ന എന്റെ മനസ്സ് പറയുന്നത്. പിന്നെ മോളെ, വരുന്ന ബുധനാഴ്ചയാ തമ്പുരാന്റെയും തമ്പുരാട്ടിയുടെയും 16ന്റെ ചടങ്ങ്. ചടങ്ങുകള് നീ തന്നെ ചെയ്യണമെന്ന തിരുമേനിയുടെയും എന്റെ ആഗ്രഹം. ഞാനോ? മോളെ, നീ തന്നെ അത് ചെയ്യേണ്ടത്. നീ ബലിയിടുന്നത് തന്നെയാവും അവർക്കും ഇഷ്ടം. അന്ന് നീ അങ്ങോട്ട് വരണം. നീ മോള് പേടിക്കണ്ട. ആരും കാണാതെ സുരക്ഷിതമായി നിന്നെ ഇവിടെ തിരിച്ചെത്തിക്കാം. പിന്നെ ആ മണിമാല മോളുടെ കയ്യിൽ സുരക്ഷിതമായി ഉണ്ടല്ലോ അല്ലേ? ഉണ്ടച്ചാ. അത് ദേവീസന്നിധിയിൽ തിരികെ വെക്കണ്ടേ? തൽക്കാലം നിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. എല്ലാം ഒന്ന് കലങ്ങി തെളിഞ്ഞിട്ട് നമുക്കിത് തിരികെ വെച്ചാൽ മതി. എന്നാ അച്ഛൻ ഇറങ്ങാൻ മോളെ. പേര് ഐശ്വര്യ ലക്ഷ്മി. RD കമ്പനിയില് ക്യാബിൻ ക്രൂ മെമ്പർ. പിന്നെ വീട്ടിൽ അമ്മയും നീയും മാത്രം. ടൈവേര് വഴി അമ്മ ഏതോ രാജകുടുംബത്തിലെ അംഗം. സൗന്ദര്യം കൊണ്ടും കുടുംബ മഹിമ കൊണ്ടും അർജുന്റെ ഭാര്യയാവാനുള്ള എല്ലാ യോഗ്യതകളും നിനക്കുണ്ട്. പക്ഷേ രമാദേവിയുടെ മരുമകളാകാനുള്ള യോഗ്യത തീരെയില്ല. നീ ഏത് രാജകുമാരിയുടെ മകളായിരുന്നാലും ഞാനിപ്പോഴേ ഒരു കാര്യം പറഞ്ഞേക്കാം, ഈ വിവാഹവും നടക്കില്ല. എന്റെ മോന് പെണ്ണിനെ കണ്ടെത്താനും അവനെ വിവാഹം കഴിപ്പിക്കാനും ഒക്കെ എനിക്ക് നന്നായിട്ടറിയാം. അതിന് നീ ഒട്ടും മെനക്കെടണ്ട. അമ്മയോ? ആരുടെ അമ്മ? മര്യാദയ്ക്ക് ഞാൻ നിന്നോട് പറയാ, അർജുനുമായുള്ള എല്ലാ ബന്ധവും ഇന്നത്തോടെ നീ ഉപേക്ഷിച്ചോണം.
ഏതെങ്കിലും പാവപ്പെട്ട വീട്ടിലെ കുട്ടിയായിരുന്നെങ്കിൽ വല്ല നക്കാപ്പിച്ചയും തന്ന് ഞാൻ നിന്നെ ഒഴിവാക്കിയേനെ. ഇത് അങ്ങനെയൊന്നും അല്ലാത്തതുകൊണ്ട് ഞാൻ നിന്നോട് മറ്റൊന്ന് പറയാം. ഇനിയും എന്റെ മോന്റെ പുറകെ കൂടി അവനെ സ്വന്തമാക്കണമെന്നുള്ള വ്യാമോഹവും കൊണ്ട് നീ നടന്നാൽ കൊന്നു കളയും ഞാൻ. നിന്നോടാരാ ഇവിടേക്ക് ചായ കൊണ്ടുവരാൻ പറഞ്ഞത്? ഈ വീട്ടിലേക്ക് അതിഥികൾ വരുമ്പോ ഞാൻ പറയും, അതിഥികൾ വരുമ്പോ മാത്രം. ഓവർ സ്മാർട്ട് ആവണ്ട. കൊണ്ടുപോ.